ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നിന്റെ പിള്ളത് ക്യാമറമാൻ ഫർസാൻ, ജിതിൻ, പിന്നെ ഞാൻ, പിന്നെ റിനാനും ആസി ഖത്തറിലാണ്. റിനാനും എന്റെ പൊളിച്ചിട്ട് എന്തോ ഇതായില്ലേ. അപ്പൊ എന്താ വേണമെന്ന് വെച്ചാൽ മൈക്ക് പറഞ്ഞില്ല. ഇപ്പൊ അർജുന അരീക്കോട് പോയി അങ്ങനെ പോയി. അപ്പൊ എന്താ പറയണെന്ന് വെച്ചാൽ എന്താ പരിപാടി എന്താ അറിയ അങ്ങനെ ഫൈനലി അപ്പൊ ഇതിന്റെ ചെലവെന്താ വെച്ചാ യൂട്യൂബിൽ 100K, ഇൻസ്റ്റാഗ്രാമിൽ 50K, രണ്ടിന്റെയും ചെലവ്. ചെക്കന്മാർക്ക് എന്താ വെച്ചാ വാങ്ങാം അല്ലെ, ഓഫറാ. പക്ഷെ റീനാനില്ല വയർലെസ് മൈക്ക്. അങ്ങനെയാണ് ഈ പരിപാടി. ചെക്കന്മാർക്ക് അനക്ക് എന്ത് വേണം? ചെറുപ്പം അതിനുള്ള എനക്കോ അത് മതി. ശവായ മന്തി അത്രേ ഉള്ളൂ. എന്താണ് ഒരു വീട് എടുക്കുമ്പോ അടുത്തത് എടുക്കല അടിയിട്ടു. കിട്ടു ചിരിക്കരുത്. എന്താണ് അപ്പൊ ഗൈസ് 100K ആയതിനാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഫണ്ടിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇപ്പൊ ഫുൾ സെറ്റ് ആയതുകൊണ്ട് ചെക്കന്മാർക്ക് എന്താ വെച്ചാൽ വാങ്ങിക്കൊടുക്കാം. റിനാം അടക്കിട്ട് പോയി. ഇനി അഫീഫാണ്. അഫീഫ് പിന്നെ ഖത്തറിലാണ്. അപ്പൊ അഫീഫിനെ ഇപ്പൊ അടുത്തൊന്നും കിട്ടില്ല. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ചെക്കന്മാർക്ക് നീ ക്യാമറ എടുത്ത പിന്നെ എന്തൊക്കെ പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് എന്താ പറയാനുള്ളത്? ഹാപ്പി അല്ലേ? നമ്മളെ സൗദി 100K ഓനക്ക് മാത്രല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷം. എന്താ വെച്ചാൽ വാങ്ങിക്കാറുള്ളേ സന്തോഷം അൾട്ടിമേറ്റ്. ഒന്നെന്റെ ചെക്ക് സ്കൂളിൽ നിന്ന് ഇഞ്ഞ ഒഴിച്ചു കൊണ്ടുപോണ്ട് വർഷാനെ ഇങ്ങനെ സംഭവം ഉണ്ട്. എന്റെ അടുത്തൊരു ഇത്ര പൈസ ഉണ്ട്, എന്താച്ചാ വാങ്ങിക്കോ. ഇവിടെ പുതിയ മഷൂറിന് കട തുടങ്ങിയിരിക്കുന്നു. ഇങ്ങോട്ട് പോവാ, എനിക്ക് ഇഷ്ടല്ല എന്താച്ചാ വാങ്ങാ. ഇനിയും റിനാനെയും ഒറ്റക്ക് വിളിച്ചോണ്ട് ഞാൻ. പക്ഷെ റിനാ വന്നില്ലല്ലോ അല്ലെ? വിളിച്ചോക്കണം. വിളിച്ചോട്ടെ, ഞാൻ വിളിച്ചോണ്ട്. ഇല്ല, എന്റെ അടുത്ത് എന്താ വണ്ടിയിലേക്കാരോ ഇതുവരെ ഞങ്ങൾക്ക് ഞാൻ പിന്നെ അഫീഫ് ഖത്തറിലാണ്. അതാണ് സങ്കടം. അഫീഫ് ഇനി ഒഴിഞ്ഞുകൊണ്ട് വേറെ ഇത് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഒപ്പം ഇതുവരെ എല്ലാ കാര്യത്തിനും കൂട്ടുന്ന ജിതിനും ഫർസാനും അതൊക്കെ ഞാൻ ചെലവെടുത്ത് പിന്നെ ആർക്ക് കൊടുക്കാം. അസ്സലാമു അലൈക്കും. മഷ്ഫലുണ്ട്, ഇതിൽ ഓർഡർ ചെയ്യണോ? വരുവോ? എവിടേക്ക്? അപ്പൊ ജില്ലല്ലേ അഫീഫിനെ കൊണ്ടുപോകണ്ടേ. അപ്പൊ നമുക്ക് 2-3 ഒപ്പം പോവാം. എന്തിനും ഏതിനും ഇതിന്റെ ഒപ്പം ഉണ്ടാവണേ ഫർസാനും റീനാനും ജിതിനും. ക്യാമറ പിടിച്ചിരിക്കാനാണെങ്കിൽ ക്യാമറ പിടിക്കാനും, വ്ളോഗിന് സപ്പോർട്ട് ചെയ്യാനും വ്ളോഗിന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും. ജില്ലല്ലോ വ്ളോഗ് ഉണ്ടേ. പൊയ്ക്കോ. ഈ പോയ ലാഭാണ് ഞങ്ങക്ക് അല്ലേ? ഇതിന് ഈ പോയ ഞങ്ങക്ക് ലാഭാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പോയി ആദ്യം സ്കൂൾ പോയി. എങ്ങനെ ഭയങ്കര സ്കൂളൊക്കെ പോ അടിപൊളിയല്ലേ? എന്താ വെച്ചാ ഞാൻ പഠിക്കേനി, ആള് പഠിക്കേനി, പെരിയില് പഠിക്കേ. കാണിച്ചു തരാം, യൂട്യൂബിൽ നോക്കി പഠിക്കേനി. ഫർസാനൊക്കെ ഫേക്ക് ആയിട്ടോ. ഹൈക്കർ ഞാനൊന്ന് പേടിച്ചു. 8-8-8-3 അല്ല കണ്ടോ? സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് CS പഠിക്കേനി. അതിലപ്പം വിളിച്ചേ ഞാൻ പഠിക്കണം. വരാനൊരു മടി. എന്നാലും ചെക്കന്റെ
സ്കൂളൊക്കെ ആരുമില്ല ഇനി ഫസ്റ്റ് ഇയേഴ്സ് വരാത്തോണ്ടോന്നല്ലേ ഇറങ്ങില്ല പറഞ്ഞില്ലേ ഇറങ്ങുമ്പോ പിന്നെ വന്നിട്ടില്ല ആരുമില്ല ഒരു എന്തൊക്കെ ഒരു ചടപ്പ് പിന്നെ ഇങ്ങനെ വെറുതെ ഉറക്കം തൂങ്ങുക അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു ആഴ്ച ഒരു 2 മാസമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഉറങ്ങിയിട്ടാണ് ഉച്ചക്കൊക്കെ ഉറങ്ങിയിട്ടും ക്ലാസ് ടൈമിൽ ഉറങ്ങുക ടീച്ചർ വരിക അടിച്ച ഉറങ്ങിയിട്ടില്ല ഉറക്കം തൂങ്ങിയിട്ടുള്ളൂ ഒരു പ്രശ്നമില്ല മേ ഇല്ല മേ ഇല്ല ആരും അടിച്ചിട്ടില്ല അവിടെ പുതുസ്ഥലത്ത് നിന്ന് ഇപ്പോ ബ്ലോഗിലൊക്കെ സുഹൃത്തുക്കളെ അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഫുഡ് ഇതാക്കണേ മഷുവെല്ലാം എത്തിക്കണേ ചെക്കന്മാരെല്ലാരും ഹാപ്പിയാണ് ഹാപ്പി അല്ലേ ഡബിൾ ഇപ്പൊ എന്താ പറയുക കുഞ്ഞിക്കടെ ഇവരെ കണ്ണിപ്പോഴും റെഡി ആയിട്ടില്ല ഞാൻ റീലിന്റെ വൈറലായപ്പോഴേ എല്ലാവരും അറിഞ്ഞു കണ്ണ് എന്താ കുഴപ്പമെന്ന് അപ്പൊ ഏതായാലും മന്തി തന്നെ കാണാം അവിടെ ഫുൾ ക്രൗഡാ കണ്ടോ ഫുൾ ക്രൗഡാ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ലൈൻ കട്ട് എന്നിട്ടില്ല അപ്പൊ തിന്നലോ ഈ വന്നപ്പോ തന്നെ രണ്ടാളും ഷവാൻ എടുത്തിട്ട് ഒരു ഉളുപ്പില്ലാതെ കൈ വാരി പിന്നെ മര്യാദ വെച്ചു എനിക്കൊക്കെ ലാസ്റ്റ് ഏതായാലും തിന്ന് ചൂടാണ് എന്റെ ഫർദാൻ സൗണ്ട് ഉണ്ടാക്കി ചെക്കന്മാര് ഹാപ്പിയാക്കാം അതാണ് ഞാൻ ഫുഡ് എടുക്കട്ടെ പൊട്ടന്മാരെന്താണ് വലുത് കണ്ടിട്ട് ശരിയാണ് ചാടില്ല ഫുൾ ഫുഡ് ചെയ്ത് കാട്ടിത്തരാം ഇങ്ങനെ ഡെവിന്റെ റെസിപ്പി അങ്ങനെ ഫുഡ് ഹാപ്പിയാണൊക്കെ നമുക്ക് ചോദിക്കാം റെസിപ്പി കുട്ടിയോടെ വെച്ചിട്ടുണ്ടല്ലേ ലൈൻ കട്ട് അപ്പൊ ഗൈസ് വിചാരിച്ച മാതിരി ഫുഡും ചെലവൊക്കെ അടിപൊളി നടന്നു പക്ഷെ എൻഡിൽ നല്ലൊരു മഴയും പെയ്ത് ഞാൻ കുറെ ചെക്കന്മാർക്ക് സർപ്രൈസ് ചെയ്യാൻ കരുതിനി ഇനിയിപ്പോ അറിഞ്ഞില്ലേ ഇനിയിപ്പോ ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ ക്യാൻസൽ അപ്പൊ ഗൈസ് ഞാൻ ചെക്കന്മാർക്ക് സർപ്രൈസ് ചെയ്യാൻ കരുതിനി പിന്നെ കുറെ പ്ലാൻ ഉണ്ടായിനി പക്ഷെ നല്ലൊരു മഴയും പെയ്ത് ഞാനിടയ്ക്ക് ഒരു വണ്ടി വന്ന് വെറുതെ പോണ വണ്ടി അടി പൊട്ടിട്ടു പടക്കമാതിരി പൊട്ടി അല്ലേ ഫർസാനെ അവിടെ പിന്നെ അവിടെ കുറെ കലഹങ്ങൾ ഇതായി നല്ലൊരു മഴ പെയ്ത് ജിതിൻ പിന്നെ ആ കുട്ടി തന്നെ ഓടി പെരക്കോണ് മറ്റേ അവനും പേരൻ്റെ അടുത്തോണ്ട് ഓൻ പോയി പിന്നെ ഫർസാനും ഞാനും ഫർസാനെ കാട്ടിത്തരത്തുന്ന ഫർസാനെ എന്ത് പറയാനുണ്ട് കൊറേ വിഷ്വൽസ് അങ്ങനെ നഷ്ടപ്പെട്ടു കാരണം എടുക്കാൻ പറ്റിയില്ല എന്താ വെച്ചാല് അന്ന് പോണത് മുഴുവൻ കുത്തലും ഇതും അല്ലേ ഞങ്ങള് വെറുതെ ഇതില് പോയപ്പോ നമ്മളാദ്യം തട്ടിയില്ലേ വെറുതെ വന്നിട്ട് തട്ടില്ലേ അതേ മരിക്കുന്നേ പിന്നെ നെക്സ്റ്റ് അടുത്ത കലാവും അടുത്തത് എന്താ വെച്ചാല് ഫുഡൊക്കെ കഴിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ മഴയത് പിന്നെ അതാണ്ടായത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ചെറിയ വീഡിയോ ആണ് ഓഫായോ ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയി കണ്ട് അടുത്ത വ്ളോഗിൽ വരുന്നതാണ് ഗൈസ് അപ്പൊ ചെറിയൊരു ഇങ്ങനെ പ്രശ്നങ്ങളും ഇടിമിന്നലും മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒരു തുള്ളി മഴയല്ല അവിടെ ഭയങ്കരമായി അപ്പൊ അതുകൊണ്ട് വീഡിയോ അടിപൊളിയാക്കാൻ പറ്റില്ല അപ്പൊ ഏതായാലും അടുത്ത വ്ളോഗിൽ നമ്മൾ അടിപൊളിയാക്കണേ കാരണം ഈ സർപ്രൈസ് ചെയ്ത് അറിയാതെ പറഞ്ഞു ഇത് പൊട്ടനാണോ ചെക്കന്മാരി ഇപ്പൊ ഇടിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നഷ്ടമായത് മഴ ചെയ്തപ്പോ അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോക്ക് അയച്ച് എല്ലാവർക്കും കാണാം സർപ്രൈസ് പറയാൻ പറ്റില്ല പിന്നെ സർപ്രൈസ് ആണ് പൊട്ട ഇനി പറയില്ല ആരോടും പറയില്ല അത് ഞാനായിക്കോട്ടെ അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീട്ടിലേക്ക് കാണാം ബൈ